പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ, അമ്മയെ സ്നേഹിച്ച്, അമ്മയെ ആദരിച്ച്, അമ്മയോടൊപ്പം സ്വർഗത്തിലായിരിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ സ്വർഗത്തിന്റെ പടിവാതിൽക്കിലെത്തുമ്പോൾ പുത്രനായ ഈശോ എന്നോട് ആദ്യമായി ചോദിക്കുന്ന ചോദ്യം, ഞാൻ നിനക്ക് അമ്മയായി തന്ന എൻ്റെ അമ്മയെ നീ എത്രമാത്രം ബഹുമാനിച്ചു, സ്നേഹിച്ചു എന്നായിരിക്കും. കാരണം സ്വർഗത്തിനു വേണ്ടി വില കൊടുത്തവളാണ് പരിശുദ്ധ മറിയം. വില കൊടുത്ത പരിശുദ്ധ മറിയത്തെ സ്വീകരിച്ച ദൈവം വീണ്ടും ഒരു വിലയായി അവളെ നമുക്ക് നൽകി. സ്വർഗം വിലയായി നൽകിയവളെ സ്വീകരിച്ചിട്ട് അവളുടെ ജീവിതത്തിന് മുമ്പിൽ വില കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരുമാണ്. അതുകൊണ്ടാണ് ഞാൻ കരുതുന്നത്, ഞാൻ സ്വർഗത്തിന്റെ പടിവാതിലിൽ എത്തുമ്പോൾ പുത്രനായ ഈശോ എന്നോട് ചോദിക്കാനുള്ള സാധ്യത, ഞാൻ നിനക്ക് അമ്മയായി തന്ന എൻ്റെ അമ്മയെ നീ എന്തുമാത്രം ബഹുമാനിച്ചു, സ്നേഹിച്ചു, ആദരിച്ചു, അവളോട് ചേർന്ന് സ്വർഗത്തെ നോക്കി നീ യാത്ര ചെയ്തു എന്നായിരിക്കുമെന്ന്. സ്വർഗത്തിന്റെ ഈ വലിയ സ്നേഹത്തിന് മുമ്പിൽ എപ്പോഴും നന്ദിയോടെ, സ്നേഹത്തോടെ നമുക്കായിരിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 52-ാം വാക്യം നമുക്ക് ഇപ്രകാരമാണല്ലോ നമ്മൾ കാണുന്നത്: എളിയവരെ അവിടുന്ന് ഉയർത്തി. എളിയവരെ ഉയർത്തുന്ന ഒരു ദൈവം. മെയ് മാസ വണക്കത്തിന്റെ 15-ാം ദിവസത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. ദൈവം ആരെയാ ഉയർത്തുക? അത് എളിമപ്പെടുന്നവരെയാണ്. നമ്മള് വിശുദ്ധ സുവിശേഷത്തില് കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, കുഞ്ഞുങ്ങള് ഈശോയുടെ അടുക്കിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ശിഷ്യന്മാര് അവരെ തടഞ്ഞു. വചനം പറയുന്നത് ഈശോ കോപിച്ചു എന്നാണ് പറയുന്നത്. ഈശോ കോപിച്ചിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, അവരെ തടയണ്ട, കാരണം സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. അത് പറഞ്ഞിട്ട് യേശു അവരെ എടുത്ത് ആശീർവദിച്ചു, അനുഗ്രഹിച്ചു എന്നാണ് വചനം പറയുന്നത്. പരിശുദ്ധ അമ്മ പറയുന്നു, എളിയവരെ അവൻ ഉയർത്തി. അർത്ഥം നമുക്ക് പിടികിട്ടി. എളിമയുള്ള കുഞ്ഞുങ്ങളെ തടഞ്ഞ ശിഷ്യ സമൂഹത്തെ മാറ്റി നിർത്തിയിട്ട് അവരെ അടുക്കലേക്ക് വിളിച്ച ദൈവം അവരെ എടുത്തു അനുഗ്രഹിച്ചു. ഇത് ഈശോ ജീവിതത്തിൽ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. എന്നാൽ പരിശുദ്ധ അമ്മ പറയുകയാണ്, എളിയവരെ അവൻ ഉയർത്തി. അത് പരിശുദ്ധ അമ്മ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഞാൻ സ്വർഗത്തിന്റെ മുമ്പിൽ എളിമപ്പെടാൻ തയ്യാറായപ്പോൾ, സ്വർഗത്തിന് വേണ്ടി ആമേൻ പറഞ്ഞപ്പോൾ, സ്വർഗത്തിന് വേണ്ടി ഇതാ കർത്താവിന്റെ ദാസി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, സ്വർഗം എന്നെ എടുത്ത് ഉയർത്തി. എന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് സ്വർഗം എന്നെ നിറച്ചു. അങ്ങനെയെങ്കിൽ മക്കളെ, നിങ്ങളും എനിക്ക് ലഭിച്ച അതേ അനുഗ്രഹങ്ങൾ നേടിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അമ്മ പറയുകയാണ്, എളിയവരെ ഉയർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെട്ടോണം. ഞാൻ നേടിയെടുത്ത ഈ അനുഗ്രഹം, ഞാൻ നേടിയെടുത്ത ഈ അനുഭവം എൻ്റെ മക്കൾക്കും ലഭിക്കണം. കാരണം എൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടാകണം എന്നുള്ളത് അമ്മ എന്ന നിലയിൽ എൻ്റെ ആഗ്രഹമാണ്. അതേ പ്രിയമുള്ളവരെ, എളിമപ്പെടാൻ നമുക്ക് പറ്റുമോ? കുഞ്ഞുങ്ങളെ പോലെ ചെറുതാവാൻ നമുക്ക് പറ്റുമോ? പരിശുദ്ധ അമ്മയെ പോലെ സ്വർഗത്തിന് മുമ്പിൽ ഇതാ കർത്താവിന്റെ ദാസൻ ദാസി എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ ഈ ലോകത്തിൽ കണ്ണുടക്കി നിൽക്കുന്ന വസ്തുക്കളോടും വ്യക്തികളോടും സാഹചര്യങ്ങളോടും നോ എന്ന് പറഞ്ഞിട്ട് എന്റെ ലക്ഷ്യം സ്വർഗമാണ്, എനിക്കത് നേടിയെടുത്തേ പറ്റൂ, എനിക്ക് നിത്യജീവിതം വേണമെന്ന ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും നമുക്ക് പറ്റണം. പരിശുദ്ധ അമ്മ ഉറപ്പ് തരികയാണ്, നീ എളിമപ്പെടാൻ തയ്യാറായാൽ ഉറപ്പാണ് സ്വർഗം നിനക്ക്. അതേ പ്രിയമുള്ളവരെ, ഈ 15-ാം ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയെ ബഹുമാനിച്ച്, അമ്മയെ സ്നേഹിച്ച് സ്വർഗം നേടിയെടുക്കാം.
അമ്മയെ പോലെ എളിമപ്പെടാം, അമ്മയെ പോലെ സ്വർഗത്തിന് മുമ്പിൽ ശിരസ് കുമ്പിടാം. എന്നിട്ട് പറയാം, സ്വർഗമേ, എളിയവനായ എന്നെ ഉയർത്തണമേ. ഇനി എളിമപ്പെടാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടെങ്കിൽ സ്വർഗമേ, അത് എടുത്തു മാറ്റി തരണമേ, അല്ലെങ്കിൽ അത് കാണിച്ചു തരണമേ. പരിശുദ്ധ അമ്മേ, ഈശോയുടെ പക്കൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് എളിമ എന്ന പരമപുണ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.